ഋതിക മാഡം ആണല്ലോ. ഹലോ മാഡം. ഹലോ രാജു, രാജു എവിടെയാ? ഞാൻ വീട്ടില്. എന്തുപറ്റി മാഡം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഞാൻ രാജുവിനോടൊന്ന് സംസാരിക്കാൻ കോൾ ചെയ്തതാ. പറയൂ മാഡം. രാജുവിന് വിഷമമായി കാണുമെന്ന് എനിക്കറിയാം. അച്ഛന്റെ കാര്യത്തില് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള നിരാശയൊന്നും വേണ്ട. അച്ഛൻ ആ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് രാജു ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രാജു വെറുതെ നടന്നതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. മാഡം, എനിക്ക് അങ്ങനെയുള്ള ഈഗോ പ്രോബ്ലംസ് ഒന്നുമില്ല. റോഹൻ കൃത്യസമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് വർമ്മ സാറിനെ വലിയൊരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? അല്ലെങ്കിലും എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്യുന്ന വർമ്മ സാറിനെ ദൈവം കൈവിടില്ല മാഡം. റോഹന്റെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വർമ്മ സാറിന് ദൈവം കൈ കൊടുക്കുമായിരുന്നു. രാജു, റോഹൻ അച്ഛനെ രക്ഷപ്പെടുത്തിയതില് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ആ കാര്യം കൂടെ രാജുവിനോട് സംസാരിക്കാനാ ഞാനിപ്പോ രാജുവിനെ കോൾ ചെയ്തത്. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് രാജു, ഒരു വലിയ പ്രശ്നമുണ്ട്. അന്ന് ഞാനും റോഹനും റെസ്റ്റോറന്റിൽ പോയതേ രാജു ഓർക്കുന്നില്ലേ? അന്ന് ഞങ്ങൾ തമ്മില് എന്താ സംസാരിച്ചതെന്ന് രാജുവിനറിയാമോ? ഇല്ല മാഡം. പക്ഷെ അന്ന് ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും വീട്ടിലേക്ക് തിരിച്ചു വന്ന റോഹൻ അതിനൊക്കെ വിപരീതമായിട്ടാ എന്നോട് പ്രവർത്തിച്ചത്. ഞാൻ പറഞ്ഞതൊക്കെ അച്ഛനോട് തുറന്നു പറഞ്ഞ് ഈ വീട്ടിലൊരു ഭൂകമ്പത്തിന് തിരികൊളുത്തുന്ന് ഞാൻ ഭയന്നപ്പോ എല്ലാം മറച്ചു വെച്ച് ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ റോഹൻ പെരുമാറി.